Hello guys, welcome back to our YouTube channel. So this is Rizam Vlogs and this is Rizal. And this is Ami here. Okay, so ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല, പക്ഷെ നല്ല ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് റുട്ടീൻ ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? പക്ഷെ അത് കുറെ നാളെ മുമ്പാണ്, കുറെ ആയി. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞ പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയ എല്ലാവരും വീട്ടിലിരിക്കണ ഒരു ചെറിയ ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങളെ പോസ്റ്റ് ചെയ്യാം, അറിയിക്കാം. പിന്നെ ഇന്ന് മൺഡേ ആണ്. അപ്പോ എനിക്ക് ആക്ച്വലി ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ്. ഫസ്റ്റ് ആയിട്ട് കോളേജ് അതെ, കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഇന്നലെ കളി കഴിഞ്ഞ് വന്നപ്പോ എന്റെ കാലിൽ ചെറിയ പണി കിട്ടി. അപ്പൊ ഇന്ന് പോവാന്നൊക്കെ വിചാരിച്ച ഒരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഫസ്റ്റ് ഡേ അറ്റ് കോളേജ് അല്ല, കുറെ നാളത്തെ തുടങ്ങുന്ന കോളേജ് ഡേ ഒക്കെ കാണിക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എന്റെ കാല് പിന്നെ നാളെ പോവാന്ന് വിചാരിച്ചു. ഇന്നൊരു ദിവസം റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിപ്പോ എണീച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നമ്മള് പുട്ടും ചിക്കൻ കറി, പെപ്പർ ചിക്കൻ കറിയൊക്കെയാണ് കഴിച്ചത്. സോ ഇനിയിപ്പം എനിക്ക് കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അതപ്പം എന്താണ്, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് എടുക്കാം. സോ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കൊറിയർ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെയാന്ന് അറിയില്ല, ഏതോ ഒരു കൊറിയർ ഉണ്ട്. അപ്പൊ അവര് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരലാണ് സാധാരണ. പക്ഷെ ഇപ്പം ആ കൊറിയറിന് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് തരാൻ പറ്റില്ല, പോയിട്ട് തന്നെ എടുക്കണം. സോ അപ്പൊ നമ്മള് പോയിട്ട് എടുത്തിട്ട് തരാം. ഗൈസ്, ഇതാണ് പോസ്റ്റ് ഓഫീസ്. ഭയ പോയിട്ട് കുറെ നേരമായി, കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ ഭയ കുറെ നേരമായി പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ നിൽക്കണോ എനിക്കറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഭയ അവിടെ നിന്ന് വരുന്നുണ്ട്. സാധനം കിട്ടിയിട്ടുണ്ട് മക്കളെ. ഏത് അടിപൊളി എന്തോ സാധനമാണ്. ഹലോ ഹലോ, നോക്കണില്ല. ഹെയർ സൊല്യൂഷൻ. ഇത് ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് കാണിച്ചിട്ട് ഇതിനകത്ത് എന്താ സംഭവം എന്നൊക്കെ ഉള്ളത്. നമുക്കിനി എന്തായാലും വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ അമ്മി നല്ല അടിപൊളി ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പം എന്താ നല്ല ജ്യൂസൊക്കെ കുടിക്കാൻ നല്ല അടിപൊളി. ഉച്ച സമയത്ത് ജ്യൂസ് കുടിക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഭയങ്കര വെയിലത്തുനിന്ന് തന്നെയല്ലേ, നമുക്ക് ജ്യൂസ് കുടിക്കാൻ നല്ല എനർജി ആയിട്ട് തന്നു. ഇനിയിപ്പം ഈ ടൈമിൽ ഞാൻ സാധാരണ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. വെറുതെ കുറച്ച് നേരം ലൈക്ക് വീടൊക്കെ അകത്ത് ക്ലീൻ ചെയ്യാറുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഫോൺ നോക്കിയിരിക്കുക. അപ്പം അതൊക്കെ തന്നെയാണ് പരിപാടികൾ മെയിനായിട്ട്. പിന്നെ അത് തന്നെയാണ് അങ്ങനെ ജ്യൂസ് കുടിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പെട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഒമേർ ഹെയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജാണ് സെൻഡ് ചെയ്തേക്കുന്നത്. ആൻഡ് എല്ലാം ഹെയർ പ്രോഡക്ട്സ് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പൊട്ടിച്ചു നോക്കാം. ഇതാ നമ്മുടെ പെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് നോക്കി വെക്കാം. ഇതൊരു പ്രൊഡക്റ്റാണ്. ഇതെന്ത് പ്രൊഡക്റ്റാണ്? അതല്ല, പിന്നെ ഇതുണ്ട്. ഇത്ര സാധനങ്ങളാണുള്ളത്. നമുക്കിത് ശരിക്കും ഓപ്പൺ ആയി നോക്കാം. ഇത് ഹെയർ ഓയിലാണല്ലോ.
ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സാധനം കൂടിയാണ് ഉള്ളത്. കല നോക്കിയേക്കാം. ഓക്കെ, സോ ഇത്രയും സാധനങ്ങളുണ്ടോ, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് 6 പ്രോഡക്ട്സ് ആണുള്ളത്. ബ്രാൻഡിന്റെ പേര് ഒമേർ ഹെയർ സൊല്യൂഷൻ ആണ് ഇവരുടെ ബ്രാൻഡിന്റെ പേര്. നമുക്ക് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ ഉണ്ടാവും, കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ഇവർ അയച്ചു തന്നിരിക്കുന്നത് ഇവരുടെ ഹെയർ ഓയിൽ ആണ്. അപ്പം അത്യാവശ്യം നല്ല ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ എല്ലാം ഇവർ ഉണ്ടാക്കുന്നത് ആയുർവേദിക് പ്രോഡക്ട്സ് ആണ്. അപ്പം ഇവിടെ ഡയറക്ഷൻ എങ്ങനെയാണ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇവരുടെ ഒമേർ ഹെയർ സൊല്യൂഷന്റെ ഷാംപൂ ആണ്. സോ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുടി വളരാൻ നന്നായിട്ട് സഹായിക്കും. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിനുള്ള അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഒമേർ ഹെയർ സൊല്യൂഷൻ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്, സോ അതുകൊണ്ടിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് എന്തായാലും റിവ്യൂ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും എന്നെ അവിടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ. ആൻഡ് പിന്നെ ഇത് വരുന്നത് ഇത് പീച്ച് മാസ്ക്, ഓണിയൻ പീച്ച് മാസ്ക് ആണിത്. ആൻഡ് ഇത് ജാഗ്രി സ്പായാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹെയർ അല്ല, ഇത് ലിപ്പ് ഓയിൽ ആണ്, ലിപ്പ് റോളർ ആണ്. അതായത് 2-in-1 ലിപ്പ് ലോഷൻ. ഇതെന്ന് പറഞ്ഞാൽ 2-in-1 ലിപ്പ് റോളർ ആണ്. ഇതും ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ ഇത് ഇവരുടെ ഹെയർ പാക്ക് ആണ്. സംഭവം കണ്ടിട്ടെല്ലാം അടിപൊളിയാണെന്ന് തോന്നുന്നു. നല്ല ആയുർവേദിക് പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് കണ്ണും മുട്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂ അറിയിക്കായിരിക്കും. എന്തായാലും പോയിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ താഴെ ലിങ്ക് ഉണ്ട്. ആൻഡ് ഇവരുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്ട്സ് വേണം, ഷാമ്പൂ ആണ് എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ, കാരണം ഹെയർ ഫോൾ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ നല്ല ഹെൽത്തി ആൻഡ് സ്ട്രോങ് ഹെയർ വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും പോയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ അപ്പം നമ്മൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി ലഞ്ച് കഴിക്കാനുള്ള ടൈമാണ്. ഇപ്പം 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സോ ഈ ടൈമിൽ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പം ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. സോ യാ, ഐ കീപ് യു ഗൈസ് പോസ്റ്റഡ്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. ബാബ അറേബ്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്. അത് ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാം. പനമ്പിള്ളി നഗറിലാണുള്ളത്. അപ്പം ടൈമൊക്കെ ലേറ്റ് ആയി, ഒരു 3 മണി ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളിവിടെ ബാബറിയുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇപ്പം എത്തിയുള്ളൂ. വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ബാബറിയെ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റൂട്ട് നമ്മൾ പനമ്പള്ളി നഗറിൽ റെയിൽവേ ക്രോസിൻ്റെ അവിടെ നേരെ റൈറ്റ്, പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ്, ആ വെന്യൂ റീക്കിൻ്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റ്. അതെ, ഗൂഗിൾ മാപ്സിലൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് വരാം നിങ്ങൾ. സോ ഇപ്പം സമയം 3 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ നല്ല സീനില്ല. അപ്പം നമുക്ക് കുറെ ഫുഡ് ഉണ്ടാവും, കുറെ വെറൈറ്റീസ് ഉണ്ടാവും. നമുക്ക് എല്ലാം മെയിൻലി ഇവിടെ ടർക്കിഷും അറേബ്യൻ ഫുഡാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ട്രൈ ചെയ്യാം, എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഇതിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ആമിയോളുടെ എന്റെ എല്ലാ ഇൻസ്റ്റാഗ്രാം ഐഡിയും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും ചെക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം. നമുക്ക് എന്തായാലും അകത്തേക്ക് എടുക്കാം. ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ ബാബ്. ഹായ് ബാബ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തേക്ക് പോയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെയും കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫാമിലിക്കായാലും നല്ല ഫ്രണ്ട്സിനായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ശരിക്കും നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. പിന്നെ അതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, പ്രൈവറ്റ് ഡൈനിങ് ഏരിയ ആണ്. അപ്പോൾ എല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഇരുന്ന് കാണാം. ഓക്കെ, ഓക്കെ
ഓക്കെ അപ്പോൾ ഇവിടെ ബാബ അറേബ്യയിലാണ് ഉള്ളത്. ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് സത്യമായിട്ടും. അത് നല്ലൊരു വൈബുള്ള ഒരു ഞങ്ങളിപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിൻ്റെ. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ള ഇവിടുത്തെ മെയിൻ ഡിഷസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ ടർക്കിഷ് ഫുഡും പിന്നെ അറേബ്യൻ ഫുഡുമാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി. ഫുഡാണ് നമ്മുടെ മെയിൻ. അതെ ഫുഡാണ് മെയിൻ. ഫുഡിൽ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നിരിക്കും. പിന്നെ ഹോൾ ഔട്ട്ലെറ്റ് കാണിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ലൈവ് മാച്ചസ് ഒക്കെ കാണാൻ നൈറ്റായിട്ട് ഫ്രണ്ട്സിനായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഫ്രണ്ട്സ് ഫാമിലിനായിട്ടും വന്ന് നമുക്ക് അടിച്ചു പൊളിക്കാൻ, കാരണം അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതെ. പിന്നെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇവിടെ ടോട്ടൽ 10 ഔട്ട്ലെറ്റ്സ് ഇവിടെ ഉണ്ട്. അതിൽ 4 ബാർബറേഡിയും പിന്നെ ബാക്കി 6 അലിബാബ ആൻഡ് ഫോർട്ട് ഡിഷസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ യാ, ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. അടിപൊളി സ്റ്റാർട്ടേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതെ, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് കാരണം നമുക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 4 മണിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാർട്ടർ ഡ്രിങ്ക്സ്. ഇത് വാട്ടർമെലൺ ആണ്, പിന്നെ ഇത് പൈനാപ്പിൾ ആണ്, ഇത് റോക്ക് സ്ട്രോബെറി, പിന്നെ ഇത് ഗ്രീൻ ആപ്പിളും കൂടിയിട്ടുള്ളതാണ്. ഇത് സാധാരണ ഫ്രഷ് ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വാട്ടർമെലണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം. നല്ല ഫ്രഷ് ആണ്, റിഫ്രഷ്മെന്റ് ആണ്. ഇത് കേർഡും കൂടി ഉള്ളതല്ലേ? റോക്ക് സ്ട്രോബെറി ആണിത്. ഇതാണ് കേർഡും കൂടി മിക്സ് ചെയ്ത റോക്ക് സ്ട്രോബെറി. സോ അപ്പം ഇത് നമ്മുടെ കേർഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പേരാണ് റോക്ക് സ്ട്രോബെറി. നിങ്ങൾ എന്തായാലും വന്നാൽ ഈ ഡ്രിങ്ക്സ് ഒക്കെ എന്തായാലും ട്രൈ ചെയ്യാട്ടോ. അപ്പോൾ ഇതാണ് അതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റാർട്ടർ ആണ്. ഇത് മിസ്റ്റ് മീറ്റ് ആണ്, അതായത് മിക്സ്ഡ് മീറ്റ് ആണ്. നമ്മളിങ്ങനെ അരച്ചിട്ടൊക്കെ ഉള്ള ചിക്കനാണ്. സോ നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഹാൻഡ് സ്ട്രെച്ച്ഡ് ആണ്, പിന്നെ അതേപോലെ തന്നെ ചാർക്കോളാണ് ഇത് ഫയർ ചെയ്തെടുക്കുന്നത്. നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് വെക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫുള്ള് മീറ്റ് ചെയ്യുകൊണ്ട് അത്ര നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു സ്പൈസി ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ആ ഒരു ചിക്കൻ്റെ ഒരു ഇതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും വന്നാൽ ഈ ഒരു സംഭവം എന്തായാലും സ്റ്റാർട്ടറായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സംഭവങ്ങളോ ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ പേരിന് കൂടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം അദാന എന്നാണ് ഇതിനെ പറയുന്നത്. അദാന എന്ന് വെച്ചാൽ ഒരു ടർക്കിയിലുള്ള ഒരു പ്ലേസ് ആണ്. അവിടുത്തെ ആ പേരാണ് നമ്മുടെ ഈ ഡിഷിനുള്ളത്. അപ്പോൾ അതിന്റേതായ പക്കാ ടർക്കിഷ് ഡിഷ് ആണ്. അപ്പോൾ അത്ര നല്ല ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇവിടെ ഒന്നും കഴിക്കാത്ത ഒരു അടിപൊളി സാധനമായിരിക്കും. സ്റ്റാർട്ടറായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റാർട്ടർ. പിന്നെ ഇതാണ് അൽ നാസിക് ബീഫ്. അപ്പം ഇതിന്റെ ടോപ്പിംഗിൽ ഫുള്ള് ബീഫ് വെച്ച് നിറച്ചിരിക്കുകയാണ്. ആൻഡ് സൈഡിൽ ഇവിടെ പീത്ത ബ്രെഡ് ആണ്. സോ ഇതിന്റെ താഴെ ആണ് അൽ നാസിക് സാലഡ് വരുന്നത്, ഒരു അറബിക് സാലഡ് ആണ്. ആൻഡ് ഇതിൽ വെച്ചേക്കുന്നത് ബീഫാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഇപ്പൊ ചിക്കൻ വെക്കാം, പിന്നെ മട്ടൺ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് അതനുസരിച്ച് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ചെയ്തു തരും. അപ്പം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സാലഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് സ്റ്റാർട്ടർ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് അൽ നാസിക് ബീഫ്. സോ ഇറ്റ് സ്റ്റാർട്ട് നൗ.
ഉള്ളത്. അപ്പോൾ വീൽ ട്രൈ ദിസ് വൺ. ബേസ് ഫുള്ള് താഴെ കേർഡിൻ്റെ ഒക്കെ സാലഡാണുള്ളത്. ആൻഡ് മേലെ നമ്മുടെ ടോപ്പിങ്സ് വന്നിട്ടുണ്ട്, അതായത് ബീഫിൻ്റെ ടോപ്പിങ്സ് വന്നിട്ടുണ്ട്. ആൻഡ് സൈഡിൽ പീത്ത ബ്രെഡാണ്. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളി, ഒന്നും അത്രയും നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഒരു പ്രാവശ്യം വന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഐറ്റംസ് ഒന്നും അവിടെ കിട്ടില്ല. നിങ്ങൾ എന്തായാലും നമ്മുടെ ബാബർ റബിൽ തന്നെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. സോ സംഭവം വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ചിക്കനും ഉണ്ട്, അതേപോലെ തന്നെ മൊസറല്ല ചീസുണ്ട്. സോ ഇതിൻ്റെ പേരാണ് മിക്സ്ഡ് പൈ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, എനിക്ക് റീൽസിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പം അതാ ഇവിടെയാണ് ഈ സൈഡാണ് ചിക്കൻ വരുന്നത്, ആൻഡ് ഈ സൈഡാണ് ചീസായിട്ട് വരുന്നത്. എനിക്ക് സാധാരണ ചീസാണ് കുറച്ചുകൂടി ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇതിപ്പം ഫുൾ ചീസ് അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഫുൾ ചിക്കൻ അങ്ങനെ ആക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. എന്താവണം, നല്ല അടിപൊളി സ്പൈസിയാണ്. പക്ഷേ ഈ സൈഡ് കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നമ്മുടെ ചീസിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് നമ്മുടെ ചീസിൻ്റെ സൈഡാണ്. കാരണം എനിക്ക് ഓരോരുത്തരും ഇഷ്ടമാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി ചീസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇതൊന്നാണ്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ചീസായിട്ട് ഇങ്ങനെ പൊന്തി വരില്ല. കാരണം ഇപ്പം നമ്മൾ കുറേ നേരമായി എത്തിയിട്ട്, പക്ഷെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. ഓരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ശരിക്കും മേലെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ കിടന്ന് പുകയുന്നുണ്ട് ഒരാൾ. ഇതാണ് നമ്മുടെ മെയിൻ ഡിഷ്, അതായത് ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷാണ്. ഇതിൻ്റെ പേരാണ് കപ്പാമ ആണ്. സോ ഇത് നമ്മുടെ തുർക്കിഷ് ഡിഷാണ്. അവരുടെ ഒരു മെയിൻ ബിരിയാണിയാണ്. കണ്ടോ, ഇത് ഫുൾ ഇങ്ങനെ ഷെഡേർഡ് മീറ്റാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്യലാണ് ശരിക്കും. ഇതായപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് വരുന്നുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ഇടും കേട്ടോ, നമ്മൾ കഴിക്കാൻ നേരത്തൊക്കെ ഇടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ടർക്കിഷ് ബിരിയാണിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ്. കാരണം അത്രയും ടേസ്റ്റാണത്. നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുകൂടാണ്ട് ഇപ്പം ഇതിൻ്റെ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, മീറ്റ് ഉണ്ട്, പിന്നെ ഇത് മട്ടൻ ഉണ്ട്. പിന്നെ ഇത് മൂന്നും കൂടെ വന്നത് കൂടെ ഒരെണ്ണമുണ്ട്. കാരണം അതിലാണ് ഈ ഫ്ലെയിം ചെയ്തൊക്കെ ഇങ്ങനെ വന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അതെ അതെ, ഇതാണ് ഇവിടുത്തെ മെയിൻ കോഴ്സ്. ഫുഡ് അതെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡിഷ് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു അടിപൊളി ഡിഷാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മട്ടൻ റാനാണ്. കണ്ടോ, നല്ലൊരു സോഫ്റ്റാണ്. ഫുൾ ഇങ്ങനെ മട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ മട്ടൻ്റെ ഷോൾഡർ പോർഷനാണ്, മട്ടൻ്റെ റാനാണ്. ഇത് ഇവർ 8 hours വെച്ച് മാഗ്നേഷൻ ചെയ്യും, എന്നിട്ടാണ് നമുക്ക് തരുന്നത്. അത്രയും നേരത്തെ മാഗ്നേഷനുള്ളിലാണ് ഇത്. പിന്നെ 8 hours വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാശ്മീരി, പിന്നെ റോസ്മേരി, പിന്നെ ബട്ടർ, ഒലിവ് ഓയിൽ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് മാഗ്നേഷൻ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരു സാധനം, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് മട്ടൻ്റെ സോഫ്റ്റ്നെസ് പറയാനേ ഇല്ല, അത്ര നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സോഫ്റ്റ്നെസ്. കണ്ടോ, നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോരാണ്. അത്രയും നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അത് സംഭവം. നമുക്ക് ഈ റൈസ് ആയിട്ട് കഴിച്ചു നോക്കാം. മഴയുണ്ട്, പിന്നെ സ്പൈസിന്റെ വേറെ ഇതിന്റെ പേര് അറിയില്ല. ആക്ച്വലി ഇത് ഇഷ്ടംപോലെ ഇതിന് വെറൈറ്റി പേരുകളാണ് ഇതില്. അതെ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇഷ്ടംപോലെ മട്ടനുണ്ട്. അവിടെ ഒരു മിനിറ്റ്, ഇതേത് കണ്ട മട്ടൻ, അതായത് നല്ല സോഫ്റ്റ് ആണ്. ഷോ യു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും സൂപ്പറാണ്.
ഇതൊക്കെ നിങ്ങൾ എന്തായാലും ലൈഫിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. എല്ലാവരും ഇവിടെ വന്ന് കഴിക്കണം. നല്ല ഫുഡാണ്, രുചിയുണ്ട് സാധനത്തിന്. എല്ലാ ഫുഡും ഇഷ്ടമായി എനിക്ക്. എല്ലാവർക്കും ഇഷ്ടാവും സാധനം. കൊള്ളാം. 20 minutes later. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കുറേ കഴിച്ചതാ. ഇവിടെ വയറ് നിറഞ്ഞിട്ട് നിൽക്കാണ് ഞാൻ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്, കാരണം അത്രയും വയറ് ഫുള്ളായിട്ട് നിൽക്കാണ്. ഭയങ്കര വയറൊക്കെ ബൊമ്മായി. അതിന്റെ പേര് ടർക്കിഷ് ബിരിയാണി അല്ലേ? അയ്യോ, അതൊരു അടിപൊളി സാധനമാണ്, ഒന്നും പറയാനില്ല. അത് വെറുതെ അടിപൊളി തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ വേറെ ഒന്നുണ്ടായിരുന്നു, മറ്റേ മട്ടൺ റാൻ അല്ലേ, ബുഹാരി റൈസ് വെച്ചിട്ട്, അതും കിടലായിരുന്നു. പിന്നെ അത് ഭയങ്കര സ്പൈസി ആയിരുന്നു അല്ലേ. പക്ഷെ എന്തായാലും രണ്ടും അടിപൊളിയായിരുന്നു. അപ്പൊ കുറെ നമ്മള് വീഡിയോ എടുത്തതിന് കുറെ നേരം എല്ലാ ഫുഡും കഴിച്ചു തീർക്കാൻ വേണ്ടി കുറെ ടൈം പോയി. അതിനിപ്പോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോ ഡെസേർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കുനാഫ് പറഞ്ഞിട്ടുണ്ട്. കട്ടോ ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഞങ്ങളുടെ ഡെസേർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുനാഫ വിത്ത് ഐസ്ക്രീമാണ്. പിന്നെ ഇതൊരു ഷുഗർ സിറപ്പാണ്. പിന്നെ ഇത് നൈസായിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചു വെക്കുക. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല നല്ല വെറൈറ്റി ടേസ്റ്റാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫൈനലി ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അതെ, അവരോടെ കിടക്കണായിരുന്നു. പിന്നെ അതാണ് നമ്മുടെ ഫുഡ്. നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാം നല്ല അടിപൊളി ഫുഡാണ്. നമ്മളതായത് ഇവിടുത്തെ കൊച്ചി റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന പോലത്തെ എല്ലായിടത്തും ഉള്ള സെയിം സംഭവങ്ങളല്ല ഇവിടെ കുറെ കൂടെ സ്പെഷ്യലാണ്. കാരണം ഈ ടർക്കിഷ് ബിരിയാണി ആയാലും പിന്നെ സ്റ്റാർട്ടേഴ്സ് എല്ലാം അടിപൊളിയാണ്. അതെ അതെ, ഞങ്ങൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടേഴ്സ് ഒക്കെ സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ ഡ്രിങ്ക്സ് ആയാലും നല്ലതായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. കാരണം നമ്മൾ എല്ലായിടത്തും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഡിഫറെന്റ് ഐറ്റംസ് ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നമ്മളിപ്പം ഇവിടുത്തെ പനമ്പള്ളി നഗറിലുള്ള ബാബ റേബിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ മലേഷ്യയിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവർക്ക്. പിന്നെ ഫ്രാഞ്ചൈസിനെ കുറിച്ച് പറയാം. അതെ അതെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പൊ ഒരു ബാബ റേബി പോലൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുക. ഇവിടെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിലായാലും എവിടെയായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ബാബറേബി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ നമ്പർ കോൺടാക്റ്റിൽ കൊടുക്കുക. ഈ ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്തായാലും അപ്പൊ ഞാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞാലും ഇവിടുത്തെ സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഷീഷ ഒക്കെ അവൈലബിൾ ആണ്. ഷീഷ കഫേ ഉണ്ട് ഇവിടെ പൊക്കത്ത് തന്നെ. പക്ഷെ 18+ മാത്രം. അതെ അതെ, അമ്മകൾക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ സെറ്റായിരിക്കുകയാണ്. അപ്പൊ അതാണ്. അപ്പൊ അത്ര ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടുന്ന് ഇറങ്ങുകയാണ്. കുറെ നേരം നമ്മുടെ ഉച്ചക്ക് 2:30 എന്തോ 3 മണിക്ക് എന്തോ വന്നതാണ്. ഇപ്പൊ 6:10 ആയി, 6:10 ആയി. ഓക്കെ ഗൈസ്, അപ്പോ രാത്രി ആയിട്ടുണ്ടോ ഭയങ്കര ഇവിടെ തന്നെ നമ്മുടെ ഡേ പകുതി മുക്കാലും തീരുന്നത്. അതെ, ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഫുൾ ഇതായി പോയി. ഇവിടെ പോയി നമ്മുടെ ഫുള്ള് ഡേ. ഇപ്പൊ കാരണം എടുത്തെടുത്തപ്പോ നിങ്ങൾക്കാണ് കേൾക്കാൻ കാരണം ഫുഡിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ എന്തായാലും താങ്ക് യു സോ മച്ച് ബാബ റേബിയ ഫോർ ഇൻവൈറ്റിംഗ് അസ്. ആൻഡ് പിന്നെ നമ്മളിപ്പം ഇവിടുന്ന് ഇറങ്ങാണ്ട് ഇപ്പൊ ടൈം 6:30 കഴിഞ്ഞ്. അതെ അതെ, ഇനിയിപ്പോ നമ്മള് വീട്ടിലേക്ക് ചെല്ലാണ്. സോ എന്തായാലും നമുക്ക് വീട്ടിൽ കാണാം. ഓക്കെ, ടാറ്റാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ലഞ്ചായിരുന്നു. പിന്നെ ലഞ്ചെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വൈകിട്ടാണ് അവിടെ ചെന്ന് എത്തിയത്. 3 o'clock കഴിഞ്ഞ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ടൈം 7:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലാണ് സാധാരണ ജിമ്മിന് പോകാറുള്ളത്, വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് അത് മുടക്കണ്ടെന്ന് വെച്ച്. പിന്നെ ആമികളിപ്പോൾ ഇവിടുത്തെ വന്ന ഉടനെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ അവൾ ഫുൾ ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ജിമ്മിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ.
ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളിത് ഇപ്പോഴും ജിമ്മിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സാണ്, നോഷിൻ, ഇത് ഫർസീൻ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചാലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവരായിട്ട്. കട്ട് ചെയ്യില്ല എടാ, ഞാൻ ഒന്നൊരു ചാലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോഷിന് ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഒരു 50 പുഷപ്പ് ചെയ്യാനാണെങ്കിൽ നോഷിന് ഞാൻ ഒരു ഷവർമ ഓടിച്ചെടുക്കും ഗൈസ്. അപ്പോൾ ഇത് നമ്മളെ ഫർസീനാണ്. 10-20 കിലോ ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. എന്താണെന്നാവോ, ഒരു 19 കിലോ ഇട്ട് അടിക്കുന്നുണ്ട് ഫർസീൻ. പിന്നെ നാളെ രാവിലെ എണീക്കുമ്പോൾ അറിയാം നമുക്ക് എന്താവുമെന്ന്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് അപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. പിന്നെ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തു. പിന്നെ എല്ലാം നല്ല സൂപ്പറായിരുന്നു. പക്ഷേ നിനക്ക് എന്താ ഇന്നത്തെ വർക്കൗട്ടിനെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്. നമ്മൾ ആക്ച്വലി ഈ ടൈമൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബീച്ചിലൊക്കെ പോകുന്നതാണ്. പിന്നെ ഇന്ന് നല്ല മഴയുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ വിൽ ഷോ യു ഗൈസ്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പോകണം. പിന്നെ സ്റ്റേ ട്യൂൺ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ എത്തിയുള്ളൂ. ഇപ്പം ഇതൊന്ന് ഫ്രഷായി കുളിച്ച് നല്ല കുട്ടപ്പനായി. പിന്നെ ആക്ച്വലി നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലൊക്കെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ രാത്രിയായി 10-10:30 കഴിഞ്ഞു തോന്നുന്നു. 10:30 മണി കഴിഞ്ഞ്. ഇനി എന്താ പരിപാടി? ഒന്നുമില്ല, കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വിശക്കാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. കാരണം നമ്മൾ അത്ര ഹെവി ആയിട്ടാണ് കഴിച്ചത്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇത് ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇങ്ങനെ രാവിലെ അത് ഉച്ചക്ക് ഇങ്ങനെ കാണിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ രാവിലെ കഴിഞ്ഞപ്പോ തന്നെ ഫുള്ള് അവിടെ പോയപ്പോ അവിടെ പോയപ്പോ ഫുള്ള് അതിന്റെ ഷൂട്ടായിരുന്നു. പിന്നെ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ ഇപ്പൊ എനിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പൊ കോളേജിന്റെ ഫസ്റ്റ് ഡേ അറ്റ് കോളേജ് ബൈ എടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക. അടിപൊളി വീഡിയോ. അതെ, നാളെ കോളേജിലെ വീഡിയോ ആയിരിക്കും. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. അപ്പൊ കുറെ കാലമായിട്ടാണ് ഞാൻ കോളേജിൽ പോണത്. ഐ മീൻ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. പക്ഷേ അതെ ഓഫ്ലൈൻ ആയിട്ട് കുറെ കാലമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നല്ല ലെങ്ത് വീഡിയോ ആണ്, നമുക്കറിയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീലെല്ലാം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണായിരിക്കും. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണായിരിക്കും. അപ്പൊ അതുകൂടെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അതാണ് നമ്മുടെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. പിന്നെ അപ്പം അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സീ യു ഇൻ ദ വെരി 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 നെക്സ്റ്റ് വീഡിയോ. ബൈ.